ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നന്നാറി സിറപ്പ് കൊണ്ടുള്ള 3 തരം സർവത്തുകളാണ് ഞാനിന്ന് ഉണ്ടാക്കിയിട്ട് കാണിക്കുന്നത്. ഈ ചൂട് കാലത്ത് കുടിക്കാൻ പറ്റിയ നല്ലൊരു ദാഹശമനിയാണ് നന്നാറി കൊണ്ടുള്ള സർവത്തുകൾ. ഓറഞ്ചും ചെറുനാരങ്ങയും ചേർത്തിട്ടുള്ള ഒരു സർവത്തും, പാൽ കൊണ്ടുള്ള ഒരു സർവത്തും, പിന്നെ നോർമൽ ലൈം സർവത്തുമാണ് ഉണ്ടാക്കുന്നത്. ഓറഞ്ച് നന്നാറി സർവത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 ഓറഞ്ചും ഒരു ചെറുനാരങ്ങയും എടുത്തിട്ടുണ്ട്. ഓറഞ്ചിൻ്റെ ഉള്ളിലെ സീഡൊക്കെ മാറ്റിയിട്ടുണ്ട്. ചെറുനാരങ്ങയുടെ തൊലിയും അതിൻ്റെ ഉള്ളിലെ സീഡും കളഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് രണ്ടും മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം. അതിനുശേഷം അരിച്ചെടുത്തിട്ട് കുറച്ച് തണുത്ത വെള്ളം കൂടി ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് നേർപ്പിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു ഗ്ലാസ്സിലേക്ക് 2-3 ഐസ് ക്യൂബ്സ് ഇട്ടിട്ട് 2 ടേബിൾ സ്പൂൺ നന്നാറി സിറപ്പ് ഒഴിച്ചിട്ട് അതിലേക്ക് അരിച്ചു വെച്ച ഓറഞ്ച് ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ഒരു സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കഴിക്കാം. ഇതിലേക്ക് വേറെ എക്സ്ട്രാ മധുരമൊന്നും ചേർക്കണ്ട. ഇതിൽ ചേർത്ത നന്നാറി സിറപ്പിൽ തന്നെ നല്ല മധുരം ഉണ്ടാകും. അതുപോലെ തന്നെ ഇതിൽ ചേർക്കുന്ന ഓറഞ്ച് ജ്യൂസിനും അധികം കട്ടിയൊന്നും വേണ്ട. കുറച്ച് ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയാണ് ഈ ജ്യൂസിന് വേണ്ടത്. ഓറഞ്ചിൻ്റെ മധുരവും ചെറുനാരങ്ങയുടെ പുളിയും ഒക്കെ കൂടി നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഈ ജ്യൂസിന്. ഈ ജ്യൂസ് നല്ല തണുപ്പോടു കൂടി തന്നെ കഴിക്കാനാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകുക. ഇനി പാൽ സർവത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ല കട്ടയാക്കിയ 1 ഗ്ലാസ് പാൽ, 2 ടീസ്പൂൺ നന്നാറി സർവത്തും മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാം. ഇനി ഒരു ഗ്ലാസ്സിൽ 2 ടേബിൾ സ്പൂൺ നന്നാറി സർവത്ത് ഒഴിച്ചിട്ട് അടിച്ചെടുത്ത പാൽ കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കുതിർത്ത് വെച്ച കസ്കസ് കൂടി ഇതിലേക്ക് ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് നല്ല തണുപ്പോട് കൂടി തന്നെ ഇത് കഴിക്കാം. ഇനി ഒരു നോർമൽ ലൈം സർവത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ്സിലേക്ക് ഒരു പകുതി ചെറുനാരങ്ങയുടെ ജ്യൂസും 2 ടേബിൾ സ്പൂൺ നന്നാറി സിറപ്പും ഒരു പിഞ്ച് ഉപ്പും കുറച്ച് ഐസ് ക്യൂബ്സും കുതിർത്ത് വെച്ച കസ്കസും പിന്നെ നല്ല തണുത്ത വെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്താൽ നോർമൽ ലൈം സർവത്തും റെഡിയായി. ഈ 3 സർവത്തും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്തു തന്നെ നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും വരാം. താങ്ക് യു.